മഹത്വപ്പെടുമാകട്ടെ. നമുക്ക് വീണ്ടും ഇപ്രകാരം ദൈവജനത്തിന് മുമ്പാകെ ദൈവജന പഠനത്തിനായിട്ട് ഒരുമിച്ച് കൂടുവാൻ ദൈവം സഹായിച്ചു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നാം ബൈബിൾ സർവേയുടെ 55-ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. പഴയ നിയമത്തിലെ അവസാന പുസ്തകത്തിലേക്കാണ് നാം ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച സക്കരിയാവിന്റെ പുസ്തകത്തിൽ നിന്നും ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു. അതിനുശേഷം പഴയ നിയമത്തിലെ അവസാനത്തെ പുസ്തകമായിട്ടുള്ള മലാക്കി പ്രവചനത്തിലേക്ക് നമുക്ക് ഇന്ന് കടന്നു വരാം. മലാക്കി പഴയ നിയമത്തിലെ അവസാനത്തെ പുസ്തകമാണ്. അത് മാത്രമല്ല, പഴയ നിയമത്തിലെ ഏറ്റവും അവസാനത്തെ പ്രവാചകനുമാണ് മലാക്കി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എല്ലാ പ്രവചന പുസ്തകങ്ങളെ പോലെ തന്നെ ഈ പുസ്തകവും അതിന്റെ എഴുത്തുകാരനായിട്ടുള്ള മലാക്കി പ്രവാചകന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മലാക്കി എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്റെ ദൂതൻ എന്നാണ്. മലാക്കി എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്റെ ദൂതൻ. ഈ മലാക്കി പ്രവാചകനെ കുറിച്ച് ഈ പുസ്തകത്തിന്റെ പുറത്ത് നമുക്ക് യാതൊന്നും കാണുവാനായിട്ട് സാധിക്കത്തില്ല. ഈ മലാക്കിയെ കുറിച്ച് ഉള്ള വിശദാംശങ്ങൾ നമുക്ക് ഈ പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെയുള്ള ഒരു പ്രവാചകനാണ് മലാക്കി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ മലാക്കി പ്രവാചകൻ പഴയ നിയമത്തിന്റെ അവസാനത്തെ പ്രവാചകനാണ്. ദൈവത്തിന്റെ അരുളപ്പാടുകൾ ആ നിലയിൽ മലാക്കിയോടുകൂടെ പഴയ നിയമ അരുളപ്പാടുകൾ അവസാനിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം അല്ലെങ്കിൽ മലാക്കിയുടെ കാലത്തിന് മുമ്പ് എസ്ര മുതൽ ശാസ്ത്രിമാര് ദൈവം എഴുന്നേൽപ്പിച്ചു. അപ്പോൾ പ്രവചനങ്ങളായിട്ട് ദൈവത്തിന്റെ അരുളപ്പാടുകൾ ആ നിലയിൽ ലഭിക്കുന്നത് മലാക്കി വരെയാണുള്ളത്. എന്നാൽ പിന്നീട് ശാസ്ത്രിമാരുടെയും അതുപോലെ റബിമാരുടെയും ശുശ്രൂഷയാണ് നമുക്ക് പഴയ നിയമത്തിൽ കാണുവാനായിട്ടും മനസ്സിലാക്കാനായിട്ടും സാധിക്കുന്നത്. എഴുതപ്പെട്ട അല്ലെങ്കിൽ വെളിപ്പെട്ട ദൈവവചനം അത് പഠിപ്പിക്കുക, അത് ജനത്തെ പറഞ്ഞു കേൾപ്പിക്കുക എന്നുള്ള ആ ഒരു ശുശ്രൂഷയാണ് പിന്നീട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പുതിയ നിയമത്തിലും ആ നിലയിൽ നാം കാണുകയാണെങ്കിൽ യോഹന്നാന്റെ വെളിപ്പാട് പുസ്തകമാണ് ഏറ്റവും അവസാനത്തെ ദൈവിക അരുളപ്പാട് എന്ന് പറയുന്നത്. അതിനുശേഷം ഈ പ്രവചനത്തോടൊന്നും കൂട്ടുവാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പുതിയ നിയമ അരുളപ്പാടുകളും അവിടെ അവസാനിക്കുകയാണ്. പിന്നീട് ദൈവസഭയിലെ ഉപദേഷ്ടാക്കന്മാരെയും ആ നിലയിൽ ഉള്ള ശുശ്രൂഷകളും ദൈവം നൽകി ആ നിലയിൽ ആ ദൈവവചനം പഠിപ്പിക്കുക എന്നുള്ള വെളിപ്പെട്ട ദൈവവചനം അത് പഠിപ്പിക്കാനായിട്ട് അനേകരെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. നമുക്ക് ആ നിലയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് മലാക്കിയാണ് പഴയ നിയമത്തിലെ അവസാനത്തെ പ്രവാചകൻ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മലാക്കിയുടെ സമയം എന്ന് പറയുന്നത് നമുക്കറിയാം. ഹഗ്ഗായി, സക്കരിയ, മലാക്കി ഈ 3 പ്രവാചകന്മാരാണ് പ്രവാസത്തിന് ശേഷമുള്ള പ്രവാചകന്മാർ. പ്രവചന പുസ്തകം നാം പഠിച്ചപ്പോൾ നാം കാണുകയുണ്ടായി. പ്രവചനത്തെ നമുക്ക് 3ആയിട്ട് തരംതിരിച്ച് നമുക്ക് പഠിക്കാം. ബാബേൽ പ്രവാസത്തിന് മുമ്പുള്ള പ്രവാചകന്മാർ, ബാബേൽ പ്രവാസ കാലത്തെ പ്രവാചകന്മാർ, ബാബേൽ പ്രവാസത്തിന് ശേഷമുള്ള പ്രവാചകന്മാർ. അപ്പോൾ ബാബേൽ പ്രവാസത്തിന് മുമ്പുള്ള പ്രവാചകന്മാര് നാം ചിന്തിക്കുകയുണ്ടായി. യെശയ്യാവും യിരെമ്യാവും വലിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ, പിന്നീട് ഹോശയ മുതൽ സെഫന്യ വരെയുള്ള പ്രവാചകന്മാർ, ഇത്രയും പ്രവാചകന്മാര് പ്രവാസത്തിന് മുമ്പുള്ള പ്രവാചകന്മാരാണ്. പ്രവാസ കാലത്തെ പ്രവാചകന്മാർ എഹെസ്കേലും ദാനിയേലുമാണ്. പ്രവാസത്തിന് ശേഷമുള്ള 3 പ്രവാചകന്മാരാണുള്ളത്. ഹഗ്ഗായി, സക്കരിയാവ്, മലാക്കി. ഇവർ 3 പേരുമാണ് പ്രവാസത്തിന് ശേഷമുള്ള പ്രവാചകന്മാർ. അപ്പോൾ ഹഗ്ഗായിയുടെയും സക്കരിയാവിന്റെയും കാലത്തിന് ശേഷമാണ് മലാക്കിയുടെ പ്രവചന സമയം അല്ലെങ്കിൽ ശുശ്രൂഷ സമയം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഹഗ്ഗായും സക്കരിയായും നാം കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിക്കുകയുണ്ടായി. അവര് ദേവാലയം പണിയുടെ സമയത്താണ്. അതായത് യഹൂദ ജനം അവര് ബാബേൽ പ്രവാസത്തിൽ നിന്ന് അവര് മടങ്ങി വന്നു. അവര് 3 തവണകളായിട്ടാണ് മടങ്ങി വന്നത്. ആദ്യം സെരൂബാബേലിന്റെ നേതൃത്വത്തില് കുറെ പേര് ബാബേലിൽ നിന്ന് മടങ്ങി വന്നു. അവര് വന്ന ദേവാലയം പണിയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം എസ്രയുടെ നേതൃത്വത്തില് കുറെ ആളുകൾ വന്ന് കുറച്ച് യഹൂദന്മാർ മടങ്ങി വന്നു. അവര് ആരാധനാക്രമവും ദൈവിക ശുശ്രൂഷയുടെ കാര്യങ്ങളും പുനഃസ്ഥാപിക്കാൻ നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം പിന്നീട് നെഹമ്യാവിന്റെ നേതൃത്വത്തില് ആണ് 3ാമത്തെ സംഘം വരുന്നത്. അവര് കടന്നു വന്ന് യെരൂശലേമിന്റെ തകർന്നു പോയ മതിലുകളെ പണിയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
അപ്പോൾ ഹഗ്ഗായും സെക്കരിയാവും ദേവാലയം പണിയുടെ സമയത്താണ് അവരുടെ ശുശ്രൂഷ എന്ന് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിക്കുകയുണ്ടായി. അപ്പോൾ അവര് ബാബേൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന് ദേവാലയം പണിക്ക് അടിസ്ഥാനമിട്ടു, അവര് യാഗപീഠം പണിതു. എന്നാൽ പിന്നീട് പല എതിർപ്പുകൾ വന്നപ്പോൾ ആ ഒരു ഒഴിവില് അവര് ദേവാലയം പണി ഉപേക്ഷിച്ച് അവര് സ്വന്തം കാര്യങ്ങൾക്ക് പുറകെ പോകുവാനായിട്ട് അവരുടെ വീടുകൾ ഉണ്ടാക്കാനും കൃഷികൾക്കായിട്ടും അങ്ങനെ സ്വന്തം ആവശ്യങ്ങൾക്കായിട്ട് അവർ പോയി. അപ്പോൾ അങ്ങനെ ഉള്ള ജനത്തെ വീണ്ടും ഉത്സാഹിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് ഈ ദൈവീയ ശുശ്രൂഷയിലേക്ക് മടക്കിക്കൊണ്ടുവരിക എന്നുള്ള ഉദ്യമമാണ് ഹഗ്ഗായിക്കും സെക്കരിയാവിനും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അത് അവർ ഭംഗിയായിട്ട് നിർവഹിച്ചു. അവരുടെ ശുശ്രൂഷകൾ മുഖാന്തരം ദേവാലയം ഭംഗിയായിട്ട് അവര് പണിതു, അത് തീർത്തു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ മലാക്കിയുടെ സമയം എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഹഗ്ഗായുടെ സെക്കരിയാവിന്റെ സമയത്തിന് ശേഷമാണ് മലാക്കി പ്രവാചകന്റെ സമയം. അതിന് കാരണം നാം മലാക്കിയിൽ നാം വായിക്കുന്നുണ്ട്. 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ, നിങ്ങൾ എൻ്റെ യാഗപീഠത്തിന്മേൽ മലിന ഭോജനം അർപ്പിക്കുന്നു, എന്നാൽ നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ നിന്നെ മലിനമാക്കുന്നു എന്ന് ചോദിക്കുന്നു. യഹോവയുടെ മേശ നിന്ദ്യം എന്ന് നിങ്ങൾ പറയുന്നതിനാൽ തന്നെ. പിന്നെ അതിന്റെ 10-ാം ഭാഗം 1-ാം അധ്യായം 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നിങ്ങൾ എന്റെ യാഗപീഠത്തിന്മേൽ വെറുതെ തീ കത്തിക്കാതിരിക്കേണ്ടതിന് നിങ്ങളിൽ ആരെങ്കിലും വാതിൽ അടച്ചു കളഞ്ഞാൽ കൊള്ളാമായിരുന്നു, എനിക്ക് നിങ്ങളിൽ പ്രസാദമില്ല. അപ്പോൾ ഈ വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദേവാലയത്തിന്റെ പണി കഴിഞ്ഞു. ദേവാലയം പണി കഴിഞ്ഞു എന്ന് മാത്രമല്ല, അവിടെ യാഗങ്ങളും മറ്റ് കർമ്മങ്ങളും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ദേവാലയത്തിന്റെ പണി കഴിഞ്ഞിട്ടാണ് പണിത് കഴിഞ്ഞ് ശുശ്രൂഷകളൊക്കെ യഥാസ്ഥാനപ്പെട്ട് ആ നിലയിൽ മുമ്പോട്ട് പോകുന്ന സമയത്താണ് മലാക്കിയുടെ സമയം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നീട് 1-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, ആ സമയത്ത് ഒരു ദേശാധിപതി അവരെ ഭരിച്ചിരുന്നു. 1-ാം അധ്യായം 8-ാം വാക്യത്തില് നാം വായിക്കുന്നുണ്ട്, നിങ്ങൾ കണ്ണുപൊട്ടിയനെ യാഗം കഴിപ്പാൻ കൊണ്ടുവന്നാൽ അത് ദോഷമല്ല, നിങ്ങൾ മുഴന്തും നീനം ഉള്ളതിനെ അർപ്പിച്ചാൽ അതും ദോഷമല്ല. അതിനെ നിന്റെ ദേശാധിപതിക്ക് കാഴ്ചവെക്കുക, അവൻ പ്രസാദിക്കുമോ, നിന്നോട് കൃപ തോന്നുമോ. അപ്പോൾ ഒരു ദേശാധിപതി ആ സമയത്ത് അവരെ ഭരിച്ചിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. നെഹമ്യാവ് ദേശാധിപതിയായിരുന്നു. എന്നാൽ ഈ പറയുന്ന ദേശാധിപതി എന്ന് പറയുന്നത് നെഹമ്യാവല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിന്റെ കാരണം നെഹമ്യാവിന്റെ പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, നെഹമ്യാവ് ദേശാധിപതിയായിട്ടിരുന്ന സമയത്ത് ദേശാധിപതിക്കുള്ള ഓഹരി നെഹമ്യാവ് വാങ്ങിയില്ല. എന്നാൽ ഇവിടെ അവർ ദേശാധിപതിക്ക് ഓഹരി കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നെഹമ്യാവിന്റെ പുസ്തകത്തിലേക്ക് വരാം. നെഹമ്യാവിന്റെ പുസ്തകം 5-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള വാക്യം ആരെങ്കിലും വായിച്ചാൽ നന്നായിരുന്നു. 5-ാം അധ്യായം നെഹമ്യാവ് 5-ന്റെ 14 മുതൽ 18 വരെ. ഞാൻ യഹൂദ ദേശത്ത് അവർ ദേശാധിപതിയെ നിയമിക്കപ്പെട്ട നാൾ മുതൽ അർത്ഥനിഷ്ഠ രാജാവിന്റെ 20-ാം ആണ്ട് മുതൽ തന്നെ അവന്റെ 32-ാം ആണ്ട് വരെ 12 സംവത്സരം ഞാനും എന്റെ സഹോദരന്മാരും ദേശാധിപതിക്കുള്ള അഹോവൃത്തി വാങ്ങിയില്ല. എനിക്ക് മുമ്പേ ഉണ്ടായിരുന്ന പണ്ടത്തെ ദേശാധിപതികൾ ജനത്തിന് ഭാരമായിരുന്നു. 40 ശേക്കൽ വെള്ളി വീതം വാങ്ങിയത് കൂടാതെ അപ്പവും വീഞ്ഞും കൂടെ അവരോട് വാങ്ങി. അവരുടെ ഭൃത്യന്മാരും ജനത്തിന്മേൽ കർത്തൃത്വം നടത്തി വരുന്നു. ഞാനോ ദൈവഭയം ഹേതുവായി അങ്ങനെ ചെയ്തില്ല. അപ്പോൾ നെഹമ്യാവ് അവിടെ ദേശാധിപതിയായിട്ടിരുന്ന സമയത്ത് ദേശാധിപതിക്കുള്ള ഓഹരി നെഹമ്യാവ് വാങ്ങിയില്ല നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ മലാക്കിയുടെ സമയത്തുള്ള ദേശാധിപതി എന്ന് പറയുന്നത് നെഹമ്യാവല്ല. എന്നാൽ നെഹമ്യാവ് ഇടയ്ക്ക് താന് യെരുശലേമിലായിരുന്നപ്പോൾ ഇടയ്ക്ക് താന് പേർഷ്യയിലേക്ക് പോയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നെഹമ്യാവിന്റെ പുസ്തകം 13-ാം അധ്യായം 6-ഉം 7-ഉം വാക്യം. നെഹമ്യാവ് 13-ന്റെ 6-7. ഈ കാലത്തൊക്കെയും ഞാൻ യെരൂശലേമിൽ ഉണ്ടായിരുന്നില്ല. ബാബേൽ രാജാവായ അർത്തഹ്ശസ്താവിന്റെ 32-ാം ആണ്ട് ഞാൻ രാജാവിന്റെ അടുക്കൽ പോയിരുന്നു. കുറെ നാൾ കഴിഞ്ഞിട്ട് ഞാൻ രാജാവിനോട് അനുവാദം വാങ്ങി യെരൂശലേമിലേക്ക് വന്നാറെ എല്യാശീബ്
തോബിയാവിന് ദേവാലയത്തിന്റെ പ്രാകാരങ്ങള് ഒരു ഓക്കെ, മതി. അവിടെ നമ്മൾ കാണുന്നത് ഈ കാലത്തൊക്കെയും ഞാൻ യെരൂശലേമിൽ ഉണ്ടായിരുന്നില്ല. ബാബേൽ രാജാവായ അർത്തശ്ഷ്ടാവിന്റെ 32-ാം ആണ്ടിൽ ഞാൻ രാജാവിന്റെ അടുക്കൽ പോയിരുന്നു. അപ്പോൾ നെഹമ്യാവ് ഇടയ്ക്ക് അർത്തശ്ഷ്ട രാജാവിന്റെ അടുക്കൽ പോയിരുന്നു. ആ സമയത്താണ് മലാക്കി ശുശ്രൂഷ ചെയ്തത് എന്ന് നമുക്ക് ന്യായമായിട്ട് വിശ്വസിക്കാനായിട്ട് സാധിക്കും. നെഹമ്യാവിന്റെ സമയത്ത് എന്നാൽ നെഹമ്യാവ് യെരൂശലേമിൽ ഇല്ലായിരുന്ന സമയത്ത് നെഹമ്യാവ് ഇടയ്ക്ക് അർത്തശ്ഷ്ട രാജാവിന്റെ അടുക്കൽ കുറെ വർഷങ്ങൾ അവിടെ പോയി. ആ സമയത്ത് നെഹമ്യാവ് ഈ ശുശ്രൂഷ മലാക്കി തന്റെ ശുശ്രൂഷ ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് BC 430-നും 400-നും ഇടയിലുള്ള ആ സമയത്താണ് മലാക്കി ശുശ്രൂഷിച്ചത് എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ടും വിശ്വസിക്കുവാനായിട്ടും സാധിക്കും. അപ്പോൾ മലാക്കിയുടെ സമയം എന്ന് പറഞ്ഞാൽ നെഹമ്യാവിന്റെ സമയമാണ്. നെഹമ്യാവിന്റെ ശുശ്രൂഷയുടെ ഇടയിലുള്ള സമയമാണ് മലാക്കി ശുശ്രൂഷ ചെയ്തത് എന്ന് നമുക്ക് ന്യായമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇനിയും ഈ പ്രവചനത്തിന്റെ എഴുത്തുകാരൻ എന്ന് പറയുന്നത് നമുക്ക് യാതൊരു സംശയവുമില്ല, മലാക്കി ആണ് ഇതിന്റെ എഴുത്തുകാരൻ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 1-ാം അധ്യായം 1-ാം വാക്യം തുടങ്ങുന്നത് തന്നെ പ്രവാചകം മലാക്കി മുഖാന്തരം ഇസ്രായേലിനോടുള്ള യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ മലാക്കിയാണ് ഇതിന്റെ എഴുത്തുകാരൻ എന്ന് നമുക്ക് മനസ്സിലാക്കാനാണ് സാധിക്കും. പിന്നീട് ഇതിന്റെ ഘടന, ഈ പുസ്തകത്തിന്റെ ഘടന നാം നോക്കുമ്പോൾ 4 അധ്യായങ്ങളും 55 വാക്യങ്ങളുമാണ് നമുക്ക് ഈ പുസ്തകത്തിൽ കാണാനായിട്ട് സാധിക്കും. 4 അധ്യായം 55 വാക്യങ്ങളുമുള്ള ചെറിയൊരു പുസ്തകമായിട്ടാണ് മലാക്കിയുടെ പ്രവചനം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി മലാക്കിയുടെ സമയത്തെ അവിടുത്തെ ജനത്തിന്റെ ആത്മീയ അവസ്ഥ, ആത്മീയ നിലവാരം എപ്രകാരമായിരുന്നു, എങ്ങനെയുള്ള സമയത്താണ് മലാക്കി ശുശ്രൂഷിച്ചത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 1-ാം അധ്യായം ചില വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 1-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളില് മകൻ അപ്പനെയും ദാസൻ യജമാനെയും ബഹുമാനിക്കേണ്ടതല്ലോ. ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ എന്ന് സൈന്യങ്ങളുടെ യഹോവ അവന്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങളോട് ചോദിക്കുന്നു. അതിന് നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ നിന്റെ നാമത്തെ തുച്ഛീകരിക്കുന്നു എന്ന് ചോദിക്കുന്നു. നിങ്ങൾ എന്റെ യാഗപീഠത്തിന്മേൽ മലിന ഭോജനം അർപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ നിന്നെ മലിനമാക്കുന്നു എന്ന് ചോദിക്കുന്നു. യഹോവയുടെ മേശ നിന്ദ്യം എന്ന് നിങ്ങൾ പറയുന്നതിനാൽ തന്നെ. അപ്പോൾ ജനങ്ങളും അതുപോലെ പുരോഹിതന്മാരും ജനങ്ങളും അവര് ഒരുപോലെ അധപ്പതിക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവത്തെ ബഹുമാനിക്കാതെ ദൈവ ശുശ്രൂഷകളെ നിന്ദ്യമായിട്ട് കണ്ടുകൊണ്ട് ആത്മീയ വിഷയങ്ങളില്, ആരാധനാ വിഷയങ്ങളില് അധപ്പതിച്ച ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല 2-ാം അധ്യായം അതിന്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ജാതികളുമായിട്ട് അവരെ വിവാഹ ബന്ധത്തില് ഏർപ്പെടുന്ന കാഴ്ചയെ നമുക്ക് കാണാൻ സാധിക്കും. 10 മുതൽ 2-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു പിതാവല്ലോ ഉള്ളത്, ഒരു ദൈവം തന്നെയല്ലോ നമ്മെ സൃഷ്ടിച്ചത്. നമ്മുടെ പിതാക്കന്മാരുടെ നിയമത്തെ അശുദ്ധമാക്കേണ്ടത് നാം അന്യോന്യം ദ്രോഹം ചെയ്യുന്ന എന്തിന്? യഹൂദ ദ്രോഹം ചെയ്തു, ഇസ്രായേലിലും യെരൂശലേമിലും മ്ലേച്ഛത സംഭവിച്ചിരിക്കുന്നു. യഹോവയ്ക്ക് ഇഷ്ടമായുള്ള അവന്റെ വിശുദ്ധ മന്ദിരത്തെ യഹൂദ അശുദ്ധമാക്കി ഒരു അന്യദേവന്റെ മകളെ വിവാഹം കഴിച്ചിരിക്കുന്നു. അങ്ങനെ ചെയ്യുന്ന മനുഷ്യനെ യഹോവ ചോദിക്കുന്നവനെയും ഉത്തരം പറയുന്നവനെയും സൈന്യങ്ങൾ യഹോവയ്ക്ക് വഴിപാട് അർപ്പിക്കുന്നവനെയും യാക്കോബിന്റെ കൂടാരങ്ങളിൽ നിന്ന് ഛേദിച്ചു കളയും. അപ്പോൾ അവര് ആത്മീയ വിഷയത്തിൽ അവരെ അധപ്പതിച്ചു. അത് മാത്രമല്ല അന്യജാതികളുമായിട്ട് അവര് വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീട് അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളില് ദശാംശവും വഴിപാടും അവര് കൊടുക്കുന്നത് അവഗണിച്ച കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. 3-ാം അധ്യായം അതിന്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളില് മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാമോ? എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. ദശാംശത്തിലും വഴിപാടിലും തന്നെ നിങ്ങൾ ഈ ജാതി മുഴുവനും തന്നെ എന്നെ തോൽപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തരാകും. അപ്പോൾ ദശാംശത്തിലും വഴിപാടിന്റെയും വിഷയത്തില് അവര് ദൈവത്തെ തോൽപ്പിക്കുന്നു. അത് ദൈവത്തിന് ദശാംശവും വഴിപാടും കൊടുക്കേണ്ട, അത് പരിപൂർണമായിട്ടും അവഗണിക്കുന്ന ഒരു കാഴ്ച നമുക്ക്
കാണാനായിട്ട് സാധിക്കും. ആ നിലയിൽ അവരെ ആത്മീയമായിട്ട് വളരെ അധപ്പതിച്ച ഒരു സമയത്താണ് മലാക്കി ശുശ്രൂഷിച്ചത്. ദൈവം അവരെ പ്രവാസത്തിൽ നിന്ന് മടക്കി കൊണ്ടുവന്നു, അവരുടെ ദേശം അവർക്ക് മടക്കി കൊടുത്തു. ദേവാലയം അവർക്ക് അവർ പണിതു, ആരാധനകൾ അവിടെ ആരംഭിച്ചു. അങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ ഇതിന്റെയൊക്കെ മധ്യത്തിലും അവർ ആത്മീയമായിട്ട് അധപ്പതിച്ച ഒരു അവസ്ഥ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ നിലയില് ആ ജനത്തോടാണ് മലാക്കി ഇവിടെ ശുശ്രൂഷിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. യഹോവ അല്ലെങ്കിൽ സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു എന്ന് ഈ 55 വാക്യങ്ങളില് 20-ലധികം പ്രാവശ്യം പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ചെറിയൊരു പുസ്തകമാണ്, 55 വാക്യങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ പുസ്തകമാണ്. എന്നാൽ ഈ 55 വാക്യങ്ങളില് 20-ലധികം പ്രാവശ്യം യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അല്ലെങ്കിൽ സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു എന്ന് പിന്നെയും പറയുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ദൈവത്തിന്റെ വചനം, ദൈവം അരുളി ചെയ്ത വചനം മലാക്കി അതുപോലെ തന്നെ പ്രസ്താവിക്കുകയും തന്റെ ആ പ്രവചനത്തിന്റെ ആധികാരികത ആ നിലയിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ മലാക്കി സ്വന്തമായിട്ടൊന്നും പറഞ്ഞതല്ല, ദൈവം തന്നോട് അരുളി ചെയ്ത് അത് അതുപോലെ പ്രസ്താവിക്കുന്ന ആ കാര്യം നമുക്ക് കാണാൻ സാധിക്കും. അത് മാത്രമല്ല, ഇവര് ഈ ഒരു ഇവിടെ ഈ പുസ്തകം നാം വായിക്കുമ്പോൾ ദൈവം പല കാര്യങ്ങൾ അവരോട് പറയുമ്പോൾ അത് അവിടെ ദൈവത്തോട് മറുചോദ്യം ചോദിച്ച് ദൈവത്തെ ഗണ്ണിക്കുന്നത്, ദൈവം പറയുന്ന കാര്യത്തെ ഗണ്ണിക്കുന്ന കാര്യം നമുക്ക് ആ നിലയിലുള്ള ഒരു ഇതായിട്ട് നമുക്ക് ഈ പുസ്തകം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവം പറയുന്ന പ്രസ്താവനയുള്ള പല കാര്യങ്ങൾ ദൈവം അവരോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്നാൽ അതിന് മറുചോദ്യം ചോദിച്ച് ദൈവത്തെ ഗണ്ണിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവര് തരംതാണു പോകുന്ന ആ ഒരു ദയനീയ കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒന്നാമതായിട്ട് 1-ാം അധ്യായം അതിന്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പ്രവാചകം മലാക്കി മുഖാന്തരം ഇസ്രായേലിനുള്ള ദൈവത്തിന്റെ അരുളപ്പാട്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന യഹോവയുടെ അരുളപ്പാട്, എന്നാൽ നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഒന്നാമതായിട്ട് ദൈവം അവരോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അപ്പോൾ ദൈവം അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾ ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങൾ എന്നെ വിട്ട് പോയി, നിങ്ങളെ ഞാൻ പ്രവാസത്തിൽ കൊണ്ടുപോയി, എന്നാൽ നിങ്ങളെ മടക്കി വരുത്തി, നിങ്ങൾക്കെല്ലാം തന്നു, എന്നാല് നിങ്ങൾ എന്നെ വിട്ടു, നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചു, അങ്ങനെ നിങ്ങൾ പിന്മാറി പോയെങ്കിലും ഇപ്പോഴും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, സ്നേഹിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന് ദൈവം അവരോട് പറയുക. അപ്പോൾ ദൈവം അവരെ സ്നേഹിക്കുന്നു. ആ സ്നേഹം അവര് മനസ്സിലാക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കാം. ദൈവത്തിന് അവരോടുള്ള സ്നേഹത്തിന് യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല. ദൈവത്തിന്റെ സ്നേഹത്തിന് ഒരിക്കലും ഒരു മാറ്റവുമില്ല. യിരെമ്യാവിന്റെ പ്രവചനം 31-ാം അധ്യായം 3-ാം വാക്യത്തിൽ നാം വായിക്കുന്ന, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകതയാണ് അത് നിത്യ സ്നേഹമാണ്. ആ സ്നേഹം ഒരിക്കലും മാറത്തില്ല. മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, യഹോവയായ ഞാൻ മാറാത്തവൻ. യഹോവയ്ക്ക്, ദൈവത്തിന് മാറാനായിട്ട് സാധിക്കത്തില്ല. ദൈവത്തിന് ഒരിക്കലും തന്റെ സ്വഭാവം മാറ്റാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് തുടർമാനമായിട്ടുള്ളതാണ്. അതിനൊരു കോട്ടവും ഒരു മാറ്റവും ഒരിക്കലും ഉണ്ടാകുകയില്ല. അപ്പോൾ ദൈവം അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നു. എന്നാല് അവര് പറയുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന യഹോവ ചെയ്യുമ്പോൾ അവര് പറയുകയാണ്, എന്നാൽ നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവര് പറയുകയാണ്, നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു. അപ്പോൾ ദൈവം പറയും, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അപ്പോൾ നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു എന്ന് ദൈവത്തോട് ചോദിക്കുന്ന ജനത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവർക്ക് അവരുടെ ദേശം മടക്കി കിട്ടി, എന്നിട്ട് അവർക്ക് ദേവാലയം കിട്ടി, അവർക്ക് കാര്യങ്ങളൊക്കെ പഴയതുപോലെ പോകുന്നുണ്ട്. പക്ഷേ അവര് വിചാരിച്ചതുപോലെ ഒരു അഭിവൃദ്ധി, ഒരു അനുഗ്രഹം അവർക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവര് ദൈവത്തിന്റെ സ്നേഹത്തെ അവര് സംശയിക്കുകയാണ്. ദൈവം ഞങ്ങളെ സ്നേഹിക്കുന്നു, ദൈവം സ്നേഹിക്കുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി വരാത്തത്, ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകാത്തത് എന്ന് അവര് സംശയിച്ച് ദൈവത്തിന്റെ സ്നേഹത്തെ തന്നെ അവര് സംശയിക്കുക. എന്നാൽ നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യം, അവിടെ ദൈവത്തിന്റെ സ്നേഹത്തിനല്ല അവിടെ പ്രശ്നം,
അവരുടെ നിലപാടിലാണ് പ്രശ്നമുള്ളത് എന്ന് നമുക്ക് ദൈവം സ്നേഹിക്കുന്നു, എപ്പോഴും സ്നേഹിക്കുന്നു. നാം പാപം ചെയ്യുമ്പോഴും നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴും നാം പിന്മാറ്റത്തിൽ പോകുമ്പോഴും ഒക്കെ നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. ദൈവത്തിന്റെ സ്നേഹത്തിൽ ഒരു കോട്ടവും സംഭവിക്കത്തില്ല. നാം മനുഷ്യർക്കാണ്, നമുക്കാണ് നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അല്ലെങ്കിൽ നമ്മെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാല് നമുക്ക് അവരോടുള്ള സ്നേഹം നഷ്ടപ്പെടും. എന്നാൽ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നഷ്ടപ്പെടാത്തതാണ്, അത് മാറ്റമില്ലാത്തതാണ്, എപ്പോഴും നിലനിൽക്കുന്നതാണ് ദൈവത്തിന്റെ സ്നേഹം. അപ്പോൾ നമ്മളുള്ള ദൈവത്തിന്റെ സ്നേഹത്തിന് ഒരിക്കലും യാതൊരു കുറവും ഒരിക്കലും സംഭവിച്ചിട്ടില്ല, സംഭവിക്കുകയുമില്ല. ദൈവം എപ്പോഴും നമ്മെ സ്നേഹിക്കുന്നു. എന്നാൽ ആ സ്നേഹം നാം അതെത്രമാത്രം അനുഭവിക്കുന്നു, അത് നമ്മുടെ ആത്മീയ നിലവാരത്തിനനുസരിച്ചാണ് ഇരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കാം. അപ്പോൾ കുറവ് ദൈവത്തിനല്ല, നമുക്ക് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനാണ്. ദൈവത്തിന്റെ സ്നേഹത്തിന് ഒരിക്കലും ഒരു കുറവില്ല. അപ്പോൾ ഒന്നാമതായിട്ട് അവർ ദൈവത്തോട് ചോദിക്കുന്നത്, നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു? പിന്നീട് നാം കാണുന്നത് അതിന്റെ 6-7 വാക്യങ്ങളില്, മകൻ അപ്പനെയും ദാസൻ യജമാനെയും ബഹുമാനിക്കേണ്ടതല്ലോ, ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ എന്ന് സൈന്യങ്ങളുടെ യഹോവ അവന്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങളോട് ചോദിക്കുന്നു. അതിന് നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ നിന്റെ നാമത്തെ തുച്ഛീകരിക്കുന്നു എന്ന് ചോദിക്കുന്നു. നിങ്ങൾ എന്റെ യാഗപീഠത്തിന്മേൽ മലിന ഭോജനം അർപ്പിക്കുന്നു, എന്നാൽ നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ നിന്നെ മലിനമാക്കുന്നു എന്ന് ചോദിക്കുന്നു. യഹോവയുടെ മേശ നിന്ദ്യം എന്ന് നിങ്ങൾ പറയുന്നതിനാൽ തന്നെ. ഇവിടെ 2 ചോദ്യമാണ് അവർ ദൈവത്തോട് ചോദിക്കുന്നത്. ഒന്നാമതായിട്ട് ദൈവം അവരോട് പറഞ്ഞു, ഞാന് അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ? അപ്പോൾ ദൈവത്തിന് കിട്ടാനുള്ള ബഹുമാനവും ഭക്തിയും ദൈവത്തിന് ലഭിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ എനിക്ക് കിട്ടാനുള്ള ബഹുമാനം എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവര് ചോദിക്കുകയാണ്, ഏതിനാൽ ഞങ്ങൾ നിന്റെ നാമത്തെ തുച്ഛീകരിക്കുന്നു. അപ്പോൾ അവർ നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്, ദൈവത്തിന് ആരാധനയുണ്ട്, വഴിപാട് നടക്കുന്നുണ്ട്, യാഗം നടക്കുന്നുണ്ട്, അതെല്ലാം ക്രമമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അവർ വിചാരിച്ച് ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് മുഖാന്തരം ദൈവത്തെ ഞങ്ങള് ബഹുമാനിക്കുകയാണ്, ദൈവത്തോടുള്ള ഭക്തി കൊണ്ടാണ് ചെയ്യുന്നത് എന്ന് അവർ വിചാരിക്കുക. എന്നാല് ദൈവം നോക്കുന്നത് അവരുടെ ചടങ്ങോ അല്ലെങ്കിൽ അവരുടെ ഇങ്ങനെയുള്ള ആചാരങ്ങളോ അല്ല ദൈവം നോക്കുന്നത്. ദൈവം അവരുടെ ഹൃദയത്തെയാണ് നോക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ നാമം ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ആചാരങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, നാം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, ആരാധനയ്ക്ക് കൂടുന്നുണ്ട്, നാം അപ്പം മുറിക്കുന്നുണ്ട്, നാം പ്രാർത്ഥനയോ നാം നടത്തുന്നുണ്ട്, ബൈബിൾ ക്ലാസ് നാം അറ്റൻഡ് ചെയ്യുന്നുണ്ട്, അങ്ങനെ കൺവെൻഷൻ നടത്തുന്നുണ്ട്, അങ്ങനെ ചെയ്യാനുള്ളതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ദൈവം ഒരിക്കലും നമ്മുടെ ചടങ്ങുകളിലോ ആചാരങ്ങളിലോ അല്ല ദൈവം പ്രസാദിക്കുന്നത്. നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ എത്രമാത്രം ഏകാഗ്രമാണ്, യഥാർത്ഥത്തിൽ നമുക്കുള്ള ഭക്തി എത്രമാത്രം ഉണ്ട്, അതാണ് ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഏതിനാൽ ഞങ്ങൾ നിന്റെ നാമത്തെ തുച്ഛീകരിക്കുന്നു എന്ന് ചോദിക്കുന്നു. അപ്പോൾ ദൈവം പറയുകയാണ്, നിങ്ങൾ എന്റെ യാഗപീഠത്തിന്മേൽ മലിന ഭോജനം അർപ്പിക്കുന്നു, എന്നാൽ നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ നിന്നെ മലിനമാക്കുന്നു എന്ന് ചോദിക്കുന്നു. അവര് മലിന ഭോജനം ഒന്നും അർപ്പിച്ചില്ല. അപ്പോൾ ഏതിനാൽ ഞങ്ങൾ മലിനമാക്കുന്നു? അപ്പോൾ ദൈവം പറയും, നിങ്ങൾ കണ്ണു പൊട്ടിയനെ ഞാൻ കഴിപ്പാൻ കൊണ്ടുവന്നാൽ അത് ദോഷമല്ല, മുടന്ത് നീനോ ഉള്ളതിനെ അർപ്പിച്ചാൽ അതും ദോഷമല്ല. അപ്പോൾ കണ്ണു പൊട്ടിയനെയും മുടന്ത് നീനോ ഉള്ളതിനെയും അതുപോലെ ആർക്കും വേണ്ടാത്തതിനെയും ദൈവത്തിന് കൊടുക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ നിലയിൽ അവർ ദൈവത്തെ തുച്ഛീകരിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തെ മലിനമാക്കുന്ന ആ ഒരു ദയനീയമായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് 2-ാം അധ്യായത്തിലേക്ക് നാം പോവുകയാണെങ്കിൽ 2-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തില്, നമുക്ക് എല്ലാവർക്കും ഒരു പിതാവല്ലോ ഉള്ളത്, ഒരു ദൈവം തന്നെയല്ല നമ്മെ സൃഷ്ടിച്ചത്, നമ്മുടെ പിതാക്കന്മാരുടെ നിയമത്തെ അശുദ്ധമാക്കാൻ നാം അന്യോന്യം ദ്രോഹം ചെയ്യുന്നത് എന്തിന്? പിന്നെ അതിന്റെ 14-ാം വാക്യം, എന്നാൽ നിങ്ങൾ അത് എന്തുകൊണ്ട്? അവിടെ 13-ാം വാക്യം, രണ്ടാമത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു, യഹോവ ഇനിയും വഴിപാട് കടാക്ഷിക്കോ നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രസാദമുള്ളത് കൈക്കൊള്ളോ ചെയ്യാതെ വണ്ണം നിങ്ങൾ അവന്റെ യാഗപീഠത്തെ കണ്ണുനീർ കൊണ്ടും കരച്ചിൽ കൊണ്ടും ഞരക്കം കൊണ്ടും മൂടിക്കളയുന്നു.
14 വാക്യത്തിൽ എന്നാൽ നിങ്ങൾ അത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നു. യഹോവ നിനക്കും നീ അവിശ്വസ്തത കാണിച്ചിരിക്കുന്ന നിന്റെ യൗവനത്തിലെ ഭാര്യയ്ക്കും മധ്യേ സാക്ഷിയായിരിക്കുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ അവിടെയും അവര് ദൈവത്തെ ചോദ്യം ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അതിന്റെ 17 വാക്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വാക്കുകളാൽ യഹോവയെ മുഷിപ്പിക്കുന്നു, എന്നാൽ നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ അവനെ മുഷിപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. അപ്പോൾ ദൈവം പിന്നെയും പറയാം, നിങ്ങൾ നിങ്ങളുടെ വാക്കുകളാൽ യഹോവയെ മുഷിപ്പിക്കുന്നു, എന്നാൽ ഞങ്ങൾ അവനെ ഏതിനാൽ മുഷിപ്പിക്കുന്നു എന്ന് ചോദിക്കുകയാണ്. ദോഷം പ്രവർത്തിക്കുന്ന അവന് യഹോവയ്ക്ക് ഇഷ്ടമുള്ളവനാകുന്നു, അങ്ങനെയുള്ളവരെ അവൻ പ്രസാദിക്കുന്നു എന്ന് അവർ പറയുന്നു. അല്ലെങ്കിൽ ന്യായവിധിയുടെ ദൈവം എവിടെ എന്നിങ്ങനെ നിങ്ങൾ പറയുന്നതിനാൽ തന്നെ അപ്പോൾ അവരുടെ വാക്കുകളാൽ ദൈവത്തെ മുഷിപ്പിക്കുന്ന ഒരു അവസ്ഥയും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നീട് 7 വാക്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ നിങ്ങൾ എന്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ തെറ്റി നടന്നിരിക്കുന്നു. എന്റെ അടുക്കലേക്ക് മടങ്ങി വരുവിൻ, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് മടങ്ങി വരും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ മടങ്ങി വരേണ്ടു എന്ന് ചോദിക്കുന്നു. ദൈവം അവരോട് പറയുകയാണ്, നിങ്ങൾ മടങ്ങി വരുവിൻ. അപ്പോൾ അവർ ചോദിക്കുന്ന ഏതിൽ ഞങ്ങള് മടങ്ങി വരേണ്ടു, ഏതിൽ ഞങ്ങള് മടങ്ങി വരണം. നിങ്ങൾ മടങ്ങി വരാനായിട്ട് പറയുന്നു, പക്ഷേ ഏതിൽ ഞങ്ങൾ മടങ്ങി വരണം. അപ്പൊ അവര് വിചാരിക്കുന്നത് അവര് വളരെ ശരിയാണ്, അവര് പെർഫെക്റ്റ് ആണ്, ഇനി ഒന്നും ശരിയാവാനായിട്ടില്ല, ഞങ്ങള് എല്ലാം ഓക്കെയാണ്, ഇനി ഞങ്ങൾ എന്താണ് മടങ്ങി വരാനുള്ളത് എന്ന് ഉള്ള കാരണം അവരുടെ തെറ്റുകളെ, അവരുടെ കുറവുകളെ അവർക്ക് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ നിലയിലുള്ള അവരുടെ കുറവുകളെ പോലും മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ ഒരു ജനത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീട് അതുപോലെ അതിന്റെ പിന്നീട് താഴെ വായിക്കുമ്പോൾ ഏതിൽ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നു, 8, 9 വാക്യം മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാമോ, എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നു ചോദിക്കുന്നു. ദശാംശത്തിനും വഴിപാടിലും തന്നെ നിങ്ങൾ ഈ ജാതി മുഴുവനും തന്നെ എന്നെ തോൽപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തരാണ്. അപ്പോൾ അവരെ ദൈവത്തെ തോൽപ്പിക്കുന്ന, ദശാംശത്തിലും വഴിപാടിന്റെ കാര്യത്തില് അവര് ദൈവത്തെ തോൽപ്പിക്കുന്നത് നമുക്ക് ഇവിടെ കാണാം. പിന്നെയും അവർ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്. അതിന്റെ 13 വാക്യം, 3-ാം അധ്യായം 13 വാക്യങ്ങളില് നിങ്ങളുടെ വാക്കുകൾ എന്റെ നേരെ അതികഠിനമായിരിക്കുന്ന യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ ഞങ്ങൾ നിന്റെ നേരെ എന്ത് സംസാരിക്കുന്നു എന്ന് ചോദിക്കുന്നു. അപ്പോൾ ദൈവം പറഞ്ഞു, നിങ്ങളുടെ വാക്ക് എനിക്ക് വളരെ അതികഠിനമാണ്, എന്റെ നേരെ അതികഠിനമാണ്. അപ്പോൾ ഞങ്ങൾ നിന്റെ നേരെ എന്ത് സംസാരിക്കുന്നത് ദൈവത്തോട് മറുചോദ്യം ചോദിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ നിലയിൽ ദൈവം എന്ത് പറഞ്ഞാലും ദൈവത്തിന് ഇപ്പൊ അവരോടൊന്നും പറയാൻ സാധിക്കത്തില്ല. എന്ത് പറഞ്ഞാലും മറുചോദ്യം കൊണ്ട് അതിനെ ഖണ്ഡിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു നിലവാരമാണ് ജനത്തിന് ഉള്ളത്. അവര് തങ്ങളെ തന്നെ ഞങ്ങൾ വളരെ വിശുദ്ധരാണ്, ഞങ്ങൾ ഭക്തിയുള്ളവരാണ് എന്ന് ചിന്തിക്കുകയും ദൈവത്തിന് പോലും അവരോടൊന്നും സംസാരിക്കാൻ കഴിയാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളുടെ ബന്ധത്തിലും ഇത് ശരിയാണ്. അത് നാം ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും. ലവോദിക്ക സഭയുടെ ഒരു നിലവാരമാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ആത്മീയ അധപ്പതനം, നമ്മുടെ ദാരിദ്ര്യം നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് കഴിയാതെ പോകുന്ന ഒരു ദുഃഖകരമായിട്ടുള്ള സാഹചര്യം നമുക്ക് ഇവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഈ പുസ്തകത്തിന്റെ അല്ലെങ്കിൽ ഈ പ്രവചനത്തിന്റെ പ്രത്യേകതകളിലേക്ക് നാം വരികയാണെങ്കിൽ, ഒന്നാമതായിട്ട് നാം നേരത്തെ ചിന്തിച്ചതുപോലെ പഴയ നിയമത്തിലെ അവസാനത്തെ പ്രവാചകനാണ് മലാക്കി എന്ന് പറയുന്നത്. പിന്നീട് ഉള്ള 400 വർഷങ്ങൾ പുതിയ നിയമം വരുന്നത് വരെ, അതായത് പിന്നീടുള്ള 400 വർഷങ്ങൾ ദൈവത്തിന്റെ അരുളപ്പാടുകളൊന്നും ആ നിലയിൽ ഉണ്ടായിട്ടില്ല. പഴയ നിയമം പൂർത്തീകരിക്കപ്പെട്ടു. പഴയ നിയമ അരുളപ്പാടുകള് ഇവിടെ മലാക്കിയോടുകൂടെ അവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. പിന്നെ അതിനോടൊന്നും ചേർക്കുവാനായിട്ടില്ല. ആ നിലയിൽ ദൈവത്തിന്റെ അരുളപ്പാടുകൾ അതുപോലെ തന്നെ അവിടെ പൂർത്തീകരിക്കപ്പെട്ടതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നീട് വന്ന ഒരു പ്രവചന ശബ്ദമാണ് 400 വർഷങ്ങൾക്ക് ശേഷം യോഹന്നാൻ സ്നാപകന്റെ. അപ്പോൾ മലാക്കിയും യോഹന്നാൻ സ്നാപകന്റെ ഇടയിൽ 400 വർഷത്തോളം സമയം, 400 വർഷം ദൈവത്തിന്റെ അരുളപ്പാടുകളൊന്നും ഉണ്ടായില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനിയും വരാൻ പോകുന്ന യോഹന്നാൻ സ്നാപകനെ കുറിച്ച് മലാക്കി
ഇവിടെ ഈ പുസ്തകത്തിലെ പ്രവചിക്കുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 3-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തില്, എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എന്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായാൽ പെട്ടെന്ന് തന്റെ മന്ദിരത്തിലേക്ക് വരും. ഇതാ അവൻ വരുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്തു. അപ്പോൾ കർത്താവിന് വഴി നിരത്തേണ്ടതിന് ഞാൻ എന്റെ ദൂതനെ അയക്കുന്നത് യോഹന്നാൻ സ്നാപകനെ കുറിച്ച് മലാക്കി അവിടെ പറയുന്നുണ്ട്. പിന്നീട് 4-ാം അധ്യായം അതിന്റെ 5-6 വാക്യത്തില്, 4-ാം അധ്യായം 5-6 വാക്യം വായിക്കുമ്പോൾ, യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും. ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. അപ്പോൾ ഏലിയ പ്രവാചകനെ യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പേ ഞാൻ അയക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ചില വാക്യങ്ങൾ നാം കാണുമ്പോൾ അത് യോഹന്നാൻ സ്നാപകനിൽ നിവർത്തിയായതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 10-ാം വാക്യം, അതുപോലെ 14-ാം വാക്യം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 10-ാം വാക്യം. ഞാൻ എന്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു. അവൻ നിന്റെ മുമ്പിൽ നിനക്ക് വഴി ഒരുക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നവൻ അവൻ തന്നെ. ഓക്കെ, അവിടെ കർത്താവ് പറയുന്നതാണ്. അപ്പോൾ ഈ മലാക്കിയുടെ പുസ്തകത്തില്, അതായത് 3-ാം അധ്യായം 1-ാം വാക്യത്തില്, ഞാൻ എന്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു, അവൻ നിന്റെ മുമ്പിൽ നിനക്ക് വഴി ഒരുക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നവൻ അവൻ തന്നെ. പിന്നീട് സ്ത്രീകളിൽ നിന്ന് ജനിച്ചൊരു യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവൻ. പിന്നീട് അതിന്റെ 14-ാം വാക്യത്തിൽ അവിടെ കർത്താവ് പറയുന്നുണ്ട്. 14-ാം വാക്യത്തില്, നിങ്ങൾക്ക് പരിഗ്രഹിപ്പാൻ മനസ്സുണ്ടെങ്കിൽ വരുവാനുള്ള ഏലിയാവ് അവൻ തന്നെ. അപ്പോൾ യോഹന്നാൻ സ്നാപകനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പോൾ വരുവാൻ ഏലിയ പ്രവാചകനെ ഞാൻ അയക്കും എന്ന് 4-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ വരുവാനുള്ള ഏലിയാവ് അവൻ തന്നെ എന്ന് യോഹന്നാൻ സ്നാപകനെ കുറിച്ച് കർത്താവ് പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് 17-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 11-ഉം 12-ഉം വാക്യം. മത്തായി 17-ന്റെ 11-ഉം 12-ഉം. അതിന് അവർ, ഏലിയാവ് വന്ന് സകലവും യഥാസ്ഥാനത്താക്കും. സത്യം, എന്നാൽ ഏലിയാവ് വന്നു കഴിഞ്ഞു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എങ്കിലും അവർ അവനെ അറിഞ്ഞുകൊള്ളാതെ തങ്ങൾക്ക് തോന്നിയത് എല്ലാം അവനോട് ചെയ്തു. അവണ്ണം മനുഷ്യപുത്രനും അവരാൽ കഷ്ടപ്പെടുവാനുണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ നാം അത് വായിക്കുന്നുണ്ട്. ഏലിയാവ് വന്നു കഴിഞ്ഞു എന്ന് കർത്താവ് പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ യോഹന്നാൻ സ്നാപകനെ കുറിച്ചാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങളിൽ നമുക്ക് മലാക്കി പ്രവചനത്തിന്റെ 3-ാം അധ്യായം 1-ാം വാക്യം അവിടെ ഉദ്ധരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ നിനക്ക് മുമ്പായി എന്റെ ദൂതനെ അയക്കുന്നു, അവൻ നിന്റെ വഴി ഒരുക്കും. കർത്താവിന്റെ വഴി ഒരുക്കുവിൻ, അവന്റെ പാത നിരപ്പാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന്റെ വാക്ക് എന്നിങ്ങനെ യെശയ്യാ പ്രവാചന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പോലെ യോഹന്നാൻ വന്ന് മരുഭൂമിയിൽ സ്നാനം കഴിപ്പിച്ചും പാപമോചനത്തിനുമായിട്ടുള്ള മാനസാന്തരം പ്രസംഗിച്ചും കൊണ്ടിരുന്നു എന്ന് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ മലാക്കിക്ക് ശേഷം വന്ന ഒരു അവിടെ വന്ന ഒരു പ്രവാചകനാണ് യോഹന്നാൻ സ്നാപകൻ. മലാക്കിക്ക് 400 വർഷങ്ങൾക്ക് ശേഷമാണ് യോഹന്നാൻ സ്നാപകന്റെ സമയം എന്ന് പറയുന്നത്. അപ്പോൾ ആ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് മലാക്കി പ്രവചിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് ഇവിടെ മലാക്കി പ്രവചനത്തിന്റെ 2ാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാല് പഴയ നിയമത്തിന്റെ ഒരു സംഗ്രഹം നമുക്ക് മലാക്കിയില് കാണാൻ സാധിക്കും. അപ്പോൾ പഴയ നിയമത്തിന്റെ അവസാനത്തെ പുസ്തകമാണ്. അപ്പോൾ പഴയ നിയമത്തെ മുഴുവനായിട്ടും കൺക്ലൂഡ് ചെയ്യുന്നത് മലാക്കിയിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് പഴയ നിയമത്തിന്റെ ഒരു സംഗ്രഹം ഇവിടെ മലാക്കിയില് നമുക്ക് കാണാം. ഒന്നാമതായിട്ട് ദൈവം ഇസ്രായേലിനെ തെരഞ്ഞെടുക്കുന്നത് നമുക്ക് മലാക്കിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇസ്രായേലിനെ തെരഞ്ഞെടുക്കുന്നത് 1-ാം അധ്യായം 2-ാം വാക്യം നാം നേരത്തെ വായിച്ചതാണ്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നു. ഏശാവ് യാക്കോബിന്റെ സഹോദരനല്ലയോ? എങ്കിലും ഞാൻ യാക്കോബിനെ സ്നേഹിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ ഏശാവിനെ ദ്വേഷിച്ചു, യാക്കോബിനെ ദൈവം
തെരഞ്ഞെടുത്തു. അപ്പോൾ ഇസ്രായേലിനെ ദൈവം തെരഞ്ഞെടുക്കുന്നു. പിന്നീട് 2-ാം അധ്യായം അതിന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ, ലേവിയോടുള്ള എന്റെ നിയമം നിലനിൽപ്പാൻ തക്കവണ്ണം ഞാൻ ഈ ആജ്ഞ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അവനോടുള്ള എന്റെ നിയമം ജീവനും സമാധാനവുമായിരുന്നു. അവൻ ഭയപ്പെടേണ്ടതിന് ഞാൻ അവന് അവയെ കൊടുത്തു. അവൻ എന്നെ ഭയപ്പെട്ടു, എന്റെ നാമനിമിത്തം വിറക്കുകയും ചെയ്തു. നേരിലുള്ള ഉപദേശം അവന്റെ വായിൽ ഉണ്ടായിരുന്നു. നീതികേട് അവന്റെ അധരങ്ങളിൽ കണ്ടതുമില്ല. സമാധാനമായും പരമാർത്ഥമായും അവൻ എന്നോടുകൂടെ നടന്ന് പലരെയും അകൃത്യം വിട്ട് തിരിയുമാറാക്കി. അപ്പോൾ അങ്ങനെ ആ നിലയിൽ ദൈവം ഇസ്രായേലിനെ തെരഞ്ഞെടുക്കുന്നത് നമുക്ക് കാണാം. പിന്നെ രണ്ടാമതായിട്ട് ഇസ്രായേല് ലംഘനം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 1-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. അപ്പോൾ 1-ാം അധ്യായം 6-ാം വാക്യം, മകൻ അപ്പനെയും ദാസൻ യജമാനെയും ബഹുമാനിക്കേണ്ടതല്ലോ. ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ എന്ന് സൈന്യങ്ങളുടെ അരുളപ്പാട്. അപ്പോൾ ഇസ്രായേലിനെ ദൈവം തെരഞ്ഞെടുത്തു. എന്നാൽ ഇസ്രായേല് ലംഘനം ചെയ്തു, ദൈവത്തിൽ നിന്ന് അകന്നു. പിന്നീട് മശിഹയുടെ വെളിപ്പാട്, പഴയ നിയമത്തിലെ പ്രധാന വിഷയങ്ങളിൽ ഒന്നാണ് മശിഹ. മശിഹയുടെ വരുവാനുള്ള മശിഹയെ കുറിച്ചുള്ള പ്രവചനം നമുക്ക് പഴയ നിയമത്തിൽ ആദ്യം മുതൽ അവസാനം വരെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവജനത്തിന്റെ കേന്ദ്ര ബിന്ദു അല്ലെങ്കിൽ മുഖ്യ വിഷയം എന്ന് പറയുന്നത് കർത്താവാണ്, മശിഹയാണ്. അത് ഉൽപ്പത്തി പുസ്തകം മുതൽ മലാക്കിയുടെ പ്രവചനം വരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു മശിഹ വരുവാനായിട്ട് പോകുന്നു എന്നുള്ള ആ ഒരു പ്രവചനം നമുക്ക് ഈ പഴയ നിയമത്തിൽ ഉടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ മശിഹയുടെ വെളിപ്പാട് ഇവിടെ മലാക്കിയിൽ നാം കാണുന്നുണ്ട്. 3-ാം അധ്യായം 1-ാം വാക്യത്തില് നാം വായിക്കുന്നുണ്ട്, എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എന്റെ ദൂതനെ അയക്കുന്നു. അപ്പോൾ കർത്താവിന്റെ വരവിന് മുമ്പായിട്ട് യോഹന്നാൻ സ്നാപകനെ അയക്കുന്ന കാര്യം അവിടെ നമുക്ക് കാണാം. പിന്നീട് 4-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തില്, നിങ്ങൾ എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ ലോകോപശാന്തിയോടുകൂടെ ഉദിക്കും. നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തുകളിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും. അപ്പോൾ അതും കർത്താവിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ മശിഹയെ കുറിച്ചുള്ള പ്രവചനമാണ്, വെളിപ്പാടാണ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് ദൈവിക ന്യായവിധിയെ കുറിച്ചും നമുക്ക് മലാക്കിയിലെ കാണാം. ദൈവിക ന്യായവിധി 4-ാം അധ്യായം 1-ാം വാക്യം നമുക്കറിയാവുന്നതാണ്. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയായി ആകും. വരുവാനുള്ള ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അപ്പോൾ ദൈവിക ന്യായവിധിയെ കുറിച്ചും ഇവിടെ പറയുന്നുണ്ട്. അതായത് പഴയ നിയമത്തിന്റെ ഒരു സംഗ്രഹം നമുക്ക് ഈ ചെറിയ പുസ്തകമായിട്ടുള്ള അവസാന പുസ്തകമായിട്ടുള്ള മലാക്കിയില് നമുക്ക് കാണാം. ദൈവം ഇസ്രായേലിനെ തെരഞ്ഞെടുക്കുന്ന കാര്യം, ഇസ്രായേലിന് ലംഘനം ചെയ്യുന്നത്, മശിഹയുടെ വെളിപ്പാട്, ദൈവത്തിന്റെ ന്യായവിധി, അതുപോലെ ഇസ്രായേലിന്റെ യഥാസ്ഥാപനം, ഇതൊക്കെ ഈ ചെറിയ പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ 3-ാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാല് മശിഹയെ കുറിച്ചുള്ള അവസാനത്തെ പഴയ നിയമ പ്രവചനം മലാക്കിയുടേതാണ്. മലാക്കിയാണ് പഴയ നിയമത്തിലെ അവസാനത്തെ പുസ്തകം. അപ്പോൾ മശിഹയെ കുറിച്ചുള്ള അവസാനത്തെ പഴയ നിയമ പ്രവചനം മലാക്കിയുടെയാണ്. 4-ാം അധ്യായം 2-ാം വാക്യം നാം വായിച്ചതാണ്. ആദ്യത്തെ പ്രവചനം എന്ന് പറയുന്നത്, മശിഹയെ കുറിച്ചുള്ള പഴയ നിയമത്തിലെ ആദ്യത്തെ പ്രവചനം എന്ന് പറയുന്നത് മോശ മുഖാന്തരം ആണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യമാണ്. അവിടെ നാം വായിക്കുന്നത് ഉൽപ്പത്തി 3:15 ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. അപ്പോൾ ഇതാണ് മനുഷ്യൻ പാപം ചെയ്ത ഉടനെ ഒരു സ്ത്രീയുടെ സന്തതി ദൈവം വാഗ്ദത്തം ചെയ്തു. അപ്പോൾ ആ നിലയിൽ മശിഹയെ കുറിച്ചുള്ള ആദ്യത്തെ പ്രവചനം ഉൽപ്പത്തി 3:15 നാം കാണുന്നതെങ്കിൽ മശിഹയെ കുറിച്ചുള്ള അവസാനത്തെ പ്രവചനം, അതായത് പഴയ നിയമത്തിൽ അവസാനത്തെ പ്രവചനം മലാക്കി 4:2 അപ്പോൾ പഴയ നിയമത്തിലുടനീളം മശിഹയെ നമുക്ക്, അല്ലെങ്കിൽ കർത്താവിനെ കുറിച്ച്, നമുക്ക് വരുവാൻ പോകുന്ന കർത്താവിനെ കുറിച്ച് അല്ലെങ്കിൽ മശിഹയെ കുറിച്ച് നമുക്ക് പഴയ നിയമത്തിലുടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീട് 4-ാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ആദ്യം പറഞ്ഞതുപോലെ 55 വാക്യങ്ങളുള്ള ഈ ചെറിയ പുസ്തകത്തിൽ 20-ലധികം പ്രാവശ്യം യഹോവ അരുളി ചെയ്യുന്നു, സൈനികളുടെ യഹോവ അരുളി ചെയ്യുന്നു എന്ന് പിന്നെയും 20-ലധികം പ്രാവശ്യം പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് നാം മലാക്കിയെ കാണുന്നത്, മലാക്കി മാറ്റമില്ലാത്ത ദൈവസ്നേഹത്തിന്റെ പ്രവാചകനാണ്. ദൈവസ്നേഹം
നമ്മൾ ആദ്യം ചിന്തിച്ചതുപോലെ അതൊരിക്കലും മാറുന്നതല്ല. ദൈവം സ്നേഹിക്കുന്നു, സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ സ്നേഹം അതിനൊരിക്കലും മാറ്റമില്ല. ദൈവം മാറ്റമില്ലാത്തവനാണ്. 1 അധ്യായം 2 വാക്യത്തില് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. 3 അധ്യായം 6 വാക്യത്തില് യഹോവയായ ഞാൻ മാറാത്തവൻ. അപ്പോൾ ദൈവത്തിന് മാറാനായിട്ട് സാധിക്കത്തില്ല. ദൈവത്തിന്റെ സ്നേഹം അത് മാറ്റുവാനായിട്ട് ദൈവത്തിന് സാധിക്കത്തില്ല. അപ്പോൾ മാറ്റമില്ലാത്ത ദൈവ സ്നേഹത്തിന്റെ പ്രവാചകനായിട്ട് മലാക്കിയെ നമുക്ക് കാണാൻ സാധിക്കും. അത് മാത്രമല്ല, 6-മതായിട്ട് നാം ചിന്തിക്കുകയാണെങ്കിൽ കർത്താവിന്റെ 1-ാം വരവിനെ കുറിച്ചും 2-ാം വരവിനെ കുറിച്ചും മലാക്കി പ്രവചിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. 3 അധ്യായം 1 വാക്യം അത് കർത്താവിന്റെ 1-ാം വരവിനെ കുറിച്ചുള്ള പ്രവചനമാണെങ്കിൽ 4 അധ്യായം 2, 3 വാക്യങ്ങളില് കർത്താവിന്റെ 2-ാം വരവിനെ കുറിച്ചുള്ള പ്രവചനമാണ് നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് പ്രധാന വാക്യങ്ങളിലേക്ക് നാം വരികയാണെങ്കിൽ പല വാക്യങ്ങളും നാം വായിച്ച പല വാക്യങ്ങളും ഇതിലെ കീ വേഴ്സസ് അല്ലെങ്കിൽ താക്കോൽ വാക്യങ്ങളാണ്, അല്ലെങ്കിൽ പ്രധാന വാക്യങ്ങളാണ്. അതിലെ ചില വാക്യങ്ങൾ നാം വായിക്കുന്ന 1-ാം അധ്യായം 2-ാം വാക്യത്തില് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അതുപോലെ 3-ാം അധ്യായം 6-ാം വാക്യം യഹോവയായ ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ നിങ്ങൾ ഒടിഞ്ഞു പോകാതിരിക്കുന്നു. ദൈവത്തിന് ഒരിക്കലും ദൈവത്തിന്റെ വാഗ്ദത്തം വിട്ടുകളയാനായിട്ട് കഴിയത്തില്ല. തന്റെ സ്വഭാവത്തെ ത്യജിക്കുവാനായിട്ട് ദൈവത്തിന് ഒരിക്കലും കഴിയത്തില്ല. ദൈവത്തിന്റെ സ്നേഹം ഒരിക്കലും മാറ്റുവാനായിട്ട് ദൈവത്തിന് ഒരിക്കലും സാധിക്കത്തില്ല. മാറ്റമില്ലാത്തവനാണ് നമ്മുടെ ദൈവം. ദൈവം മാറ്റമില്ലാത്തവനായതുകൊണ്ട് നാം ഇന്നും ഒടിഞ്ഞു പോകാതെ ഇരിക്കുന്നു. അത് ദൈവത്തിന്റെ വലിയ കരുണയാണ്. അത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. പിന്നീട് 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം നാം വായിക്കുമ്പോൾ യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. പിന്നീട് 4-ാം അധ്യായം 2-ാം വാക്യം എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. നിങ്ങളും പുറപ്പെട്ട തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും. അങ്ങനെ പല വാക്യങ്ങളും നമുക്ക് പരിചിതമായിട്ടുള്ള പല വാക്യങ്ങളും നമുക്ക് മലാക്കിയുടെ പുസ്തകത്തില് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ മലാക്കിയുടെ പുസ്തകത്തിലെ ക്രിസ്തുവിനെ നാം കാണുന്നത് നീതി സൂര്യനായിട്ടുള്ള ക്രിസ്തുവിനെ നമുക്ക് കാണാൻ സാധിക്കും. 4-ാം അധ്യായം 2-ാം വാക്യത്തില് എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചെറിയ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. നീതി സൂര്യനായിട്ടുള്ള കർത്താവിനെ നമുക്ക് മലാക്കിയുടെ പ്രവചനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ നിലയിൽ വളരെ ഭയനിർദ്ദേശം നൽകുന്ന ഒരു പുസ്തകമായിട്ടാണ് മലാക്കിയുടെ പുസ്തകം ഇരിക്കുന്നത്. പഴയ നിയമത്തിലെ അവസാനത്തെ പുസ്തകവും അവസാനത്തെ പ്രവചനവുമാണ് മലാക്കി. അപ്പോൾ യഹൂദ ജനത്തിന്റെ അന്നത്തെ ആ ഒരു ആത്മീയ നിലവാരം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മളുടെ ബന്ധത്തിലും അത് ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും. നാം അവനോടുള്ള ഭക്തി, അവനോടുള്ള സ്നേഹം എത്രമാത്രമുണ്ട്, ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം അത് എത്രമാത്രം ഉണ്ട്, അത് നമ്മെ തന്നെ അത് ഒരു വിചിന്തനം ചെയ്യുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവത്തിന്റെ പെരുന്നാമം കൊടുക്കണം.